നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലൻഡിനെ നേരിടാൻ പോവുകയാണ്. ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും തോൽപ്പിച്ച ഇന്ത്യക്ക് പക്ഷെ ന്യൂസിലൻഡിനെ തോൽപ്പിക്കുക എന്നത് അല്പം പ്രയാസകരമായ കാര്യമാണ്. കാരണം ഇന്ത്യ അജയ്യരായി എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ വിജയത്തിന് മുടക്കം നിന്നിട്ടുള്ളത് ന്യൂസിലൻഡാണ്. അതുകൊണ്ട് തന്നെ എഴുതി തള്ളാൻ സാധിക്കില്ല. അതുപോലെ തന്നെ കിവീസിന് ശക്തമായ താരനിരയാണ് ഇത്തവണയുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എളുപ്പത്തിൽ ജയിച്ചു കയറാൻ സാധിക്കില്ല എന്ന ഉറപ്പാണ്. ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിശ്ചയിക്കുന്ന പോരാട്ടമാണ് വരാനിരിക്കുന്നത്. പാകിസ്ഥാനെതിരായ മത്സരത്തിനിടെ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡിനെതിരായ മത്സരം രോഹിത്തിന് നഷ്ടമായേക്കുമെന്നും കുറച്ചു നേരത്തെ വരെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യക്ക് ആശ്വാസമാകുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. രോഹിത് ശർമ്മ ന്യൂസിലൻഡിനെതിരെ കളിക്കുമെന്ന ഇന്ത്യൻ ടീമിലെ സഹതാരമായ KL രാഹുൽ തന്നെ സൂചന നൽകിയിരിക്കുകയാണ്. മാത്രമല്ല പരിശീലന സെഷനിലടക്കം രോഹിത് ശർമ്മ പങ്കെടുത്തും കഴിഞ്ഞു. ഇതോടെ തന്നെ രോഹിത് കിവീസിനെതിരെയുള്ള മത്സരത്തിൽ ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായും കഴിഞ്ഞു. നിലവിൽ ഇന്ത്യൻ താരങ്ങളിൽ ആർക്കും പരിക്കില്ല എന്നാണ് KL രാഹുൽ പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദ് ഷമിയും രോഹിത് ശർമ്മയും പരിക്കിന്റെ പിടിയിലല്ല എന്നും തനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുമൊക്കെയായിരുന്നു രാഹുൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ പ്രതികരിച്ചത്. ഇന്ത്യയുടെ ആദ്യഘട്ട പരിശീലന സെഷനിൽ രോഹിത് ശർമ്മ നേരത്തെ പങ്കെടുത്തിരുന്നില്ല. ഇതോടെ രോഹിത് കിവീസിനെതിരെ കളിച്ചേക്കില്ല എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളായിരുന്നു ശക്തമായിരുന്നത്. എന്നാൽ രണ്ടാമത്തെ പരിശീലന സെഷനിൽ രോഹിത് പങ്കെടുത്തു. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ അപ്പോൾ പ്രകടമാക്കിയിട്ടില്ലായിരുന്നു. ഇതിലൂടെ തന്നെ ഏതാണ്ട് വ്യക്തമായിരുന്നു രോഹിത് ന്യൂസിലൻഡിനെതിരെയുള്ള മത്സരത്തിന് ഇറങ്ങും എന്ന്. രോഹിത്തിന് നെറ്റ്സിൽ പന്തെറിയാൻ മുഹമ്മദ് ഷമിയും അർഷ്ദീപും കൂടി വന്നതോടെ ആശങ്കകൾക്ക് വിരാമവുമായി. ത്രോ സ്പെഷ്യലിസ്റ്റിനൊപ്പവും രോഹിത് ഏറെ നേരമാണ് പരിശീലനം നടത്തിയത്. ഇതിൽ നിന്ന് തന്നെ രോഹിത് ഫിറ്റ്നസ് വീണ്ടെടുത്തു എന്ന് തന്നെ പറയാം. രോഹിത് ശർമ്മയുടെ പ്രകടനം ആദ്യ 2 മത്സരത്തിലെ ഇന്ത്യയുടെ ജയത്തിൽ വളരെ നിർണായകമായിരുന്നു. അതുകൊണ്ട് തന്നെ രോഹിത്തിന്റെ അഭാവം ഉണ്ടായാൽ അത് ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കാനാണ് സാധ്യത കൂടുതൽ. ബംഗ്ലാദേശിനെതിരെയും പാകിസ്ഥാനെതിരെയും ഇന്ത്യ ഒരേ പ്ലേയിങ് 11നെയാണ് കളിപ്പിച്ചത്. 2 മത്സരത്തിലും വിക്കറ്റ് കീപ്പറായി KL രാഹുൽ കളിച്ചപ്പോൾ ഋഷഭ് പന്തിന് ഇന്ത്യയുടെ പ്ലേയിങ് 11 സ്ഥാനം ലഭിച്ചിരുന്നില്ല. ന്യൂസിലൻഡിനെതിരെയും രാഹുൽ തന്നെ കീപ്പറാകും എന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെ വരുമ്പോൾ ഋഷഭ് പന്തിന് വീണ്ടും പുറത്തിരിക്കേണ്ടി വരും. ഇന്ത്യ നിലവിലെ വിജയ കൂട്ടുകെട്ടിനെ നിലനിർത്തി മുന്നോട്ട് പോകുമെന്ന നിർണായക സൂചനയും രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിലവിലെ ഇന്ത്യയുടെ വിജയ കൂട്ടുകെട്ട പൊളിക്കാൻ ടീം ആഗ്രഹിക്കുന്നില്ലായിരിക്കും. മികച്ച വിജയം തുടരാനാകുമെന്ന പ്രതീക്ഷയും രാഹുൽ പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യക്ക് ഗ്രൂപ്പിൽ തലപ്പത്തെത്തിയാൽ തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക എന്ന സംസാരങ്ങളും വരുന്നുണ്ട്. കാരണം ഓസ്ട്രേലിയ ഗ്രൂപ്പ് ബിയിൽ 2ാം സ്ഥാനക്കാരാകാനാണ് സാധ്യതകൾ വളരെ കൂടുതൽ. അങ്ങനെ വരുമ്പോൾ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ച ഇന്ത്യ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാൽ സെമിയിൽ എതിരാളികളായി എത്താൻ പോകുന്നത് ഓസ്ട്രേലിയ ആയിരിക്കും. ഇത് ഇന്ത്യക്ക് വലിയ തലവേദന സൃഷ്ടിക്കും. കാരണം ഓസ്ട്രേലിയയും ഇന്ത്യക്ക് ഫൈനലുകളിൽ അല്ലെങ്കിൽ സെമി ഫൈനലുകളിൽ തലവേദന സൃഷ്ടിക്കുന്ന പ്രധാന ടീമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഓസ്ട്രേലിയ കിട്ടാതിരിക്കാനായിരിക്കും ആഗ്രഹിക്കുക.